നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കാർമിക് സൈക്കിൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു വ്ളോഗും ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തിയാധിക്ഷേപം നടത്തുവാനോ ആരെയും തേജോവധം ചെയ്യുവാനോ ഉദ്ദേശിച്ചുള്ളതല്ല. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെയും സമൂഹത്തിന് ഉചിതമാകുന്ന രീതിയിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരോ നടന്ന സ്ഥലമോ അവരുടെ ജെൻഡർ പോലും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നത്. ഞാൻ ഓരോ വീഡിയോയിലൂടെയും ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലും അനുഭവത്തിലും ഉണ്ടായ ഇൻസിഡൻറ്റുകളാണ്. ഈ ഇൻസിഡൻറ്റുകൾ ഇത് കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നേരിട്ട് സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ ആയിരിക്കാം. ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിത കാലയളവിൽ ടെക്നോളജിയുടെ വികാസം, അതിൽ ബേസിക് ലെവൽ മൊബൈൽ തുടങ്ങി അലക്സ വന്നു, സിരി വന്നു, ചാറ്റ് GPT വന്നു, കോപൈലറ്റ് വന്നു, ടെസ്ലയുടെ സൈബർ ട്രക്ക് വരെ വന്നു. അങ്ങനെ AI സാങ്കേതിക വിദ്യയുടെ ഒരു മധ്യഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പോലും ചില വ്യക്തികളുടെ ശിലായുഗത്തിലേതുപോലെയുള്ള തികച്ചും പ്രാകൃതമായ മാനേജ്മെന്റ് ശൈലികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഈ തിരിച്ചറിവിലൂടെ സമൂഹത്തിൽ ഒരു മാനേജറെങ്കിലും അവരുടെ ശൈലികളിൽ പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു ദശാബ്ദക്കാലത്തിലധികം ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് കൈകാര്യം ചെയ്ത ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ എനിക്ക് ഈ സമൂഹത്തിലേക്ക് നൽകാൻ സാധിക്കുന്ന കോൺട്രിബ്യൂഷൻ. ഈ വീഡിയോയുടെ തബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഒരു HR മാനേജറും ക്യാമറയും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. നമുക്ക് കഥയിലേക്ക് വരാം. ഞാനടക്കം സാമാന്യം പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന എല്ലാവരും രാവിലെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ശേഷം ആദ്യം ഓപ്പൺ ചെയ്യുക നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൂളുകളായിരിക്കും. എൻ്റെ കാര്യത്തിൽ HRMS, എംപ്ലോയി ഡാറ്റാബേസ്, പിന്നെ ചില ടു ഡു ലിസ്റ്റ്. പക്ഷെ നമ്മുടെ ബോസ് സീറ്റിൽ വന്നിരുന്നാൽ ആദ്യം ഓപ്പൺ ചെയ്യുക ഓഫീസിൽ ബിൽഡിംഗ് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന CCTV ക്യാമറയാണ്. അതിലൂടെ രാവിലെ തന്നെ ഓഫീസിലേക്ക് വരുന്ന എംപ്ലോയീസിൻ്റെ ഡ്രസ്സിൻ്റെ നീളം, തലമുടിയുടെ ഷേപ്പ്, താടിയുടെ സ്റ്റൈല് തുടങ്ങിയ കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കും. ബോസിൻ്റെ കണ്ണിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയി ശ്രദ്ധിക്കപ്പെട്ടാൽ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ ഞാനടക്കമുള്ള ഏതെങ്കിലും ഒരു ടീം മെമ്പറെ ആ എംപ്ലോയി ജോലി ചെയ്യുന്ന ഫ്ലോറിലേക്ക് പറഞ്ഞുവിടും. ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്ന് തിരിച്ചു വന്ന് ബോസിന് റിപ്പോർട്ട് കൊടുക്കണം. ബോസും സബോർഡിനേറ്റും സദാസമയവും ബോസിൻ്റെ റൂമിലായിരിക്കും. അപ്പോൾ ഞാനടക്കമുള്ള ഏതെങ്കിലും ഒരു ടീം മെമ്പറിൻ്റെ ഇൻ്റർകോമിലേക്ക് കോൾ വരും. നീ ഒന്ന് ഇവിടെ വരെ വന്നേ. ആദ്യമൊക്കെ അന്ന് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ടാസ്ക് റിലേറ്റഡ് ആയ ഡിസ്കഷൻ ആണെന്ന് കരുതി ഞാൻ എൻ്റെ ഡെയിലി നോട്ട് ഉൾപ്പെടുന്ന ഡയറിയുമായി റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇമാതിരി പരിപാടി നമ്മളെ ഏൽപ്പിക്കുക. അതിൻ്റെ കൂടെ ഞാൻ അന്നത്തെ എന്തെങ്കിലും ഒരു ടാസ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ബോസിൻ്റെ അപ്രൂവലിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു മറുപടിയുണ്ട്. യാ മോനെ, അതിങ്ങനെയാണ്. അതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. നീ ഇത് നോക്കിയിട്ട് വാ. ബോസിന് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അടുത്തത് കുറച്ചുകൂടി ഭയാനകമായ വെർഷനാണ്. രാവിലെ തന്നെ ഒരു വിൻഡോയിൽ ലീഡർഷിപ്പ് ടീം കാർ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ലോട്ടിൻ്റെ ഫുൾ സ്ക്രീൻ CCTV വീഡിയോ ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ലീഡർഷിപ്പ് ടീമിനെ മണിയടിക്കാനുള്ള ബോസിൻ്റെ കഴിവ്. രാവിലെ തന്നെ ലീഡർഷിപ്പ് ടീമിലെ ഓരോ വ്യക്തിയും വന്ന് കാർ പാർക്ക് ചെയ്യുമ്പോൾ മുതൽ അവർ ലിഫ്റ്റിൽ കയറുന്നതുവരെ അവരെ വീഡിയോയിൽ ഫോളോ ചെയ്യും. ശേഷം ബോസിൻ്റെ റൂം സുഗന്ധപൂരിതമാണ്. ധൃതിയിൽ പെർഫ്യൂം, ഫേസ് ക്രീം തുടങ്ങിയവ വാരിപ്പുരട്ടി കണ്ണാടിയിൽ നോക്കി മുടിയും ചീക്കി ഒതുക്കി സബോർഡിനേറ്റിനോട് ഞാൻ ഓക്കെ അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ലീഡർഷിപ്പ് ടീം ബോസ് ഇരിക്കുന്ന ഫ്ലോറിൻ്റെ മുന്നിലെ ലിഫ്റ്റിൽ എത്തുമ്പോൾ ഒരു കോയിൻസിഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലിഫ്റ്റിൽ കയറി പ്രസ്തുത ലീഡർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയും. കൂടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പും. എന്ത് പ്രഹസനമാണ് സജി. ലീഡർഷിപ്പ് ടീം മെമ്പേഴ്സ് തിരിച്ചു പോകുമ്പോഴും ഇതേ പ്രക്രിയ തുടരും. എന്താല്ലേ? ബോസിൻ്റെ നിരന്തര ആവശ്യം കാരണം നിലവിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് മാറ്റി CCTV വർക്ക് ചെയ്യാൻ കൂടുതൽ കമ്പാറ്റബിൾ ആയ ഒരു ലാപ്ടോപ്പ് IT ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ച ഒരു സംഭവവും ഇതിനിടയിൽ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ചും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടുന്ന എംപ്ലോയി റിലേറ്റഡ് ആയ നിരവധി വിഷയങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി റിക്വസ്റ്റുകളും ആവശ്യങ്ങളുമായി എംപ്ലോയീസ് ഞങ്ങളെ സമീപിക്കാറുണ്ട്. എൻ്റെ അധികാര പരിധികളും കഴിവും ഉപയോഗിച്ച്
സാധിച്ചു കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഞാനും എൻ്റെ ടീം മെമ്പേഴ്സും ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നാൽ നമ്മുടെ ബോസിൻ്റെ കാര്യം ഇത്തിരി വ്യത്യസ്തമാണ്. ബോസിനെ ഇത്തരം ആവശ്യങ്ങളുമായി ആരെങ്കിലും സമീപിച്ചാൽ അതിലെ ഔചിത്യവും അനൗചിത്യവും പരിശോധിക്കുന്നതിന് പകരം 2 ക്രൈറ്റീരിയ നോക്കിയാണ് അത് പരിഗണിക്കുക. ഒന്നുകിൽ അത് ലീഡർഷിപ്പ് ടീമിൻ്റെ ആശീർവാദത്തോടു കൂടി വരുന്ന റിക്വസ്റ്റുകൾ, അല്ലെങ്കിൽ ബോസിന് ഇഷ്ടപ്പെട്ട ചില ആളുകളുടെ റിക്വസ്റ്റുകൾ. ഇത് രണ്ടുമല്ലാത്ത ആരെങ്കിലും ബോസിൻ്റെ റൂമിലേക്ക് വരുന്നു എന്ന് CCTVയിലൂടെ കണ്ടാൽ, യാ മോനെ, ബോസിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഇവനെന്തിനാ എന്നെ കാണാൻ വരുന്നേ? ശേഷമാണ് ട്വിസ്റ്റ്. സബോർഡിനേറ്റിനെ ബോസിൻ്റെ റൂമിലിരുത്തി സബോർഡിനേറ്റിനോട് പറയും, അവൻ വന്നാൽ ഞാൻ ഇവിടെ ഇല്ല എന്നും വൈകിയേ വരുമെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ബോസിൻ്റെ വാഷ്റൂമിൽ കയറി ഒളിച്ചിരിക്കും. ഇതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ കൂടിയുണ്ട്. ബോസും സബോർഡിനേറ്റും ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ പിന്നെ അവർ ബോസിൻ്റെ CCTV സർവൈലൻസിൽ ആയിരിക്കും. ഈ CCTVയിലൂടെ കണ്ടെത്തുന്ന അവരുടെ ഓരോ മിസ്റ്റേക്കും ലീഡർഷിപ്പ് ടീമിലെത്തിച്ച് അവരെ ഈ ലോകത്തിന് തന്നെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റി പുറത്താക്കും നമ്മുടെ ബോസ്. ബോസിന് എന്നെയും എൻ്റെ ടീം മെമ്പറെയും ഭയങ്കര സംശയമാണ്. ഞങ്ങൾക്കിട്ട് പണി തരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പണിയുമോ എന്ന ഭയമാകണം. ഈ പ്രഷർ കുക്കർ പോലെ സ്ട്രെസ്ഡായ വർക്ക് കണ്ടീഷനിൽ ഒരല്പം ആശ്വാസം കണ്ടെത്താൻ ഞാനും എൻ്റെ ടീം മെമ്പറും ഇടയ്ക്ക് കമ്പനി കോറിഡോറിലോ വാഷ്റൂമിലോ നിന്ന് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും തമാശകളും പറഞ്ഞ് ഒരല്പനേരം സമയം കൊല്ലും. അപ്പോഴേക്കും CCTVയിൽ ഞങ്ങളെ കാണുന്ന ബോസ് സബോർഡിനേറ്റിനെ കൊണ്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും മൊബൈലിൽ വിളിപ്പിക്കും. സബോർഡിനേറ്റിൻ്റെ കോളുണ്ട്, യാ മോനെ, അതിങ്ങനെയാണ്, സനീഷ എവിടെയാ, ദേ ബോസ് വിളിക്കുന്നുണ്ട്. അത്രയും നേരം തമാശ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും എൻ്റെ ടീം മെമ്പറും പറയും, ഈ കോപ്പിലെ CCTV തകർത്തു കഴിഞ്ഞാൽ ഈ കമ്പനി നന്നാകും എന്ന്. മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ വളരെ ഭയാനകമായ ഒരു വേർഷൻ ആയിരുന്നു ഞാൻ അവിടെ നേരിട്ടിരുന്നത്. ഞാൻ അവിടെ സർവൈവ് ചെയ്തെങ്കിലും ഇത്തരം മൈക്രോ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് വളർത്താനല്ല, മറിച്ച് തളർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നതാണ് വാസ്തവം. ആളുകളെ ജോലിയിൽ കൂടുതൽ സന്തോഷമുള്ളവരാക്കുന്നതിന് സഹായിക്കാൻ സമർപ്പിതമായ ഒരു കമ്പനിയുണ്ട്, കനോപ്പി. അതിൻ്റെ CEO ആയ ക്ലെയർ ലിയു പറഞ്ഞിട്ടുണ്ട്, മൈക്രോ മാനേജ്മെൻറ്റ് ഈസ് ദ വെപ്പൺ ഓഫ് ദ ഇൻസെക്യൂർ. ഒരു ജാതി ബോസ് സീരീസിലെ മറ്റൊരു രസകരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഈസ് കാർമിക് സൈക്കിൾ ബൈ സനീഷ്, സൈനിങ് ഓഫ്.